ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചിക്കൻ സ്റ്റൂ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. മക്കൾക്ക് വൈകുന്നേരം ഇന്ന് ചിക്കൻ സ്റ്റൂവും പിന്നെ ആവിയിൽ വേവിച്ച ബ്രെഡും ആയിരുന്നു. അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഏത് ടൈപ്പ് ഓഫ് സ്റ്റൂവും, അതായത് ചിക്കനോ ബീഫോ ഇനി മട്ടൺ സ്റ്റൂവോ ഏതാണെങ്കിലും ഈ ആവിയിൽ വേവിച്ച ബ്രെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. എന്നിട്ട് അതൊന്ന് റെഡി ആകുമ്പോൾ നമ്മളെ സവാള ഏകദേശം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഏകദേശം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. പക്ഷേ വല്ലാതെ നമുക്ക് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളത് സ്റ്റൂ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ചേർക്കണതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല. പിന്നെ പച്ചമുളക് ചേർത്തുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ അവിടെ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴന്നു വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ചേർക്കേണ്ടത്. അങ്ങനെ ചിക്കൻ ചേർത്തതിന് ശേഷം അതൊരു 4-5 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചിക്കൻ്റെ കളർ ഒരു സ്കിൻ ടോൺ മാറി ഒരു വൈറ്റ് കളറിലേക്ക് മാറും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഞാൻ ക്യാരറ്റും പൊട്ടറ്റോ ആണ് നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ പറയുക ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബേസിക് സ്റ്റൂവിൽ ഇങ്ങനെ ചേർക്കണതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം എന്ത് ചെയ്യുക, അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യൂബ്സ് ആയിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മളിതിൻ്റെ തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കുക. കുറച്ച് ലൂസാക്കി എടുത്തുകൊണ്ട്, കാരണം നമ്മൾ ഗ്രേവിയിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ പാല് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 2ാം പാൽ 3ാം പാൽ എടുക്കുക, അത് ഒരുമിച്ച് ചേർക്കാം. 3ാം പാൽ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം 3ാം പാൽ ഒഴിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴാണ് 2ാം പാൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് ചിക്കൻ വേവണ വരെ ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഗരം മസാലയും, ഞാൻ സാധാരണ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയായിട്ട് ഉപയോഗിക്കാറ്, അല്ലാതെ പാക്കറ്റിലുള്ള ഗരം മസാല ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ കുരുമുളക് പൊടി, നമ്മൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, അതൊക്കെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ചിട്ട്. എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുറുകി സെറ്റായി ചിക്കൻ ഒന്ന് വെന്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു വെച്ച 1ാം പാലില്ലേ, തേങ്ങയുടെ 1ാം പാൽ ഇട്ടിട്ട്, 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ലതുപോലെ ഉള്ള നല്ല ടേസ്റ്റുള്ള സ്റ്റൂ റെഡിയായി കിട്ടി. നമ്മൾ ഗരം മസാല ഇടുമ്പോൾ തന്നെ ആ ഒരു കറിയുടെ കംപ്ലീറ്റ് ഫ്ലേവറേ മാറും കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടെക്സ്ചറായിട്ട് വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഓക്കെ, എന്നിട്ട് ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.